ഈ കണ്ണേറ് എന്നുള്ള കാര്യം സത്യമാണ്. അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്ത് തീർത്തിട്ട് മറ്റുള്ളവരോട് പറയണതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ചെയ്യുന്നതിൻ്റെ മുന്നേ അത് പറഞ്ഞ് നമ്മളാഗ്രഹം എന്തായാലും പാളിപ്പോകും. ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടോ? എനിക്കുണ്ട് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ തന്നെ. വലിയ കാര്യത്തിൽ എല്ലാവരോടും പറയും ഞാനത് ചെയ്യാൻ പോകും അത് ചെയ്യാൻ പോകുമെന്ന്. പക്ഷേ അതെനിക്ക് ഒരിക്കലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാറില്ല. ഞാൻ വിചാരിച്ച ഒരു കാര്യം അങ്ങനെ പറഞ്ഞതിന് ശേഷം നടക്കാതെ പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് കാര്യം നിങ്ങൾ ചെയ്യാൻ വിചാരിക്കുന്നത് വെച്ചാൽ അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ചെയ്തു കേട്ടോ, അത്ര പറയണം നിർബന്ധമാണെങ്കിൽ ചെയ്തു കേട്ടോ എന്ന് പറഞ്ഞാൽ മതി. അല്ലാണ്ട് അത് പറയാൻ നിന്നാൽ നടക്കൂല. കാരണം നമ്മളെ ചുറ്റിലുള്ളവർ ചിലപ്പോൾ നമ്മളോട് ചിരിക്കുന്നുണ്ടാവും, ഓക്കെ മാഷാല്ലാ നന്നായി എന്നൊക്കെ. പക്ഷെ അവരുടെ മനസ്സിൽ ചിലപ്പോൾ എനിക്ക് പറ്റണില്ലല്ലോ എന്നുള്ള വിഷമം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ചെയ്യുകയാണല്ലോ എന്നുള്ളൊരു ദേഷ്യം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആരോടും പറയാണ്ടിരിക്കണമെന്നാണ് ഏറ്റവും ബെറ്റർ. കാരണം അത് ചെയ്തു, നീ അതിന് പോകുന്നുണ്ടല്ലോ ഇതിന് പോകുന്നുണ്ട്. പല ആൾക്കാരും നമ്മളോട് ചോദിക്കും. നമ്മൾ ചിലപ്പോൾ ഒരാളോടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, പക്ഷെ ആ ഒരു വ്യക്തി എല്ലാവരോടും അത് പറയും. അതിൽ നമ്മൾ പോകുന്നത് ഇഷ്ടപ്പെടാത്തവരുണ്ടാവും, ഇഷ്ടപ്പെടുന്നവരുണ്ടാകും, അവർക്ക് പറ്റാത്തതിൻ്റെ ഈഗോ ഉള്ളവരുണ്ടാവും. അങ്ങനെ പല ആളുകളും ഉണ്ടാവും നമുക്ക് ചുറ്റും. അതുകൊണ്ട് എന്ത് കാര്യമാണെങ്കിലും അത് കംപ്ലീറ്റ് ചെയ്യുക. നമ്മൾ സൈലൻ്റായിട്ട് കംപ്ലീറ്റ് ചെയ്താൽ നമ്മളതിൽ സക്സസ് ആവും. അത് 100% ഉറപ്പാണ് കേട്ടോ. എൻ്റെ ലൈഫിൽ ഞാൻ നല്ലോണം അനുഭവിച്ചിട്ടുണ്ട്. ഒരു കാര്യം എന്നല്ല, പല തവണ. എന്നാലും വീണ്ടും അത് എങ്ങനെയെങ്കിലും ഉളറും. പിന്നെ നമ്മളെ ബെസ്റ്റ് പാർട്ട്ണറിനോടോ ആരോടെങ്കിലും പറയും. അവരത് ഫാമിലി, ഫ്രണ്ട്സ് അങ്ങനെ എല്ലായിടത്തും അറിയിക്കും. അവരത് അക്സെപ്റ്റബിൾ അല്ലായിരിക്കും. ഓക്കെ അങ്ങനെയൊന്നുമില്ല, അതൊക്കെ ഒരു അന്ധവിശ്വാസം എന്നുള്ള രീതിയിൽ. പക്ഷെ എനിക്കതിൽ വിശ്വാസമുണ്ട്, എനിക്ക് അനുഭവമുണ്ട്. അപ്പോൾ അതുപോലുള്ള അനുഭവമുള്ളവർ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. കീപ് യുവർ ഗോൾസ് പ്രൈവറ്റ്, ലെറ്റ് യുവർ സക്സസ് മേക്ക് ദ നോയ്സ്.